വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 36-ാം അധ്യായം 21-ാമത് വാക്യം. ആ വചനം ഇങ്ങനെ വായിക്കുന്നു: സൂക്ഷിച്ചു കൊള്ളുക, നീതികേടിലേക്ക് തിരിയരുത് എന്ന് അടിവരയിട്ട് ഓർപ്പിക്കുന്ന ഒരു സന്ദേശമാണ്. ഒരു മനുഷ്യൻ നീതി വിട്ട് അനീതിയുടെ പിന്നാലെ യാത്ര ചെയ്യുന്നു എങ്കിൽ, തിന്മയുടെ വഴികളിലൂടെ യാത്ര ചെയ്യുന്നു എങ്കിൽ, ദൈവം അവനെ കൈവിടുകയും അവൻ പിന്നത്തേതിൽ നാശത്തിലേക്കും തകർച്ചയിലേക്കും കടന്നു പോകുന്നതിന് അത് കാരണമായി തീരുമെന്നും ഓർമ്മപ്പെടുത്തുക തന്നെയാണ്. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 28-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയായ ദൂതന്മാരുടെ സൃഷ്ടിയെക്കുറിച്ചും അവരുടെ ജീവിതകാലത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളുണ്ട്. 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സകലവിധ രത്നങ്ങൾ കൊണ്ടും നിർമ്മിക്കപ്പെട്ടതായ ദൈവത്തിൻ്റെ ദൂതനെക്കുറിച്ച് അവിടെ ഓർപ്പിക്കുന്നത്, നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകലവിധ രത്നങ്ങൾ കൊണ്ടും നിന്നെ പണിതിരുന്നു എന്നും ഓർപ്പിച്ചിട്ട് 15-ാം വാക്യത്തിൽ പറയുകയാണ്, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യവഹാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു എന്നോർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ ദൈവത്തിൻ്റെ ദൂതൻ സാഹസം കൊണ്ട് തൻ്റെ ഹൃദയം നിഗളിക്കുകയും അനീതി പ്രവർത്തിക്കുവാനായിട്ട് മനസ്സ് വയ്ക്കുകയും ചെയ്തു എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. നീതിയോടെ ജീവിക്കുന്ന കാലത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ നീതി വിട്ട് നീതികേടിലേക്ക് തിരിയുമ്പോൾ ദൈവം അവരെ കൈവിടുകയും അവർ നാശത്തിലേക്ക് കടന്നു പോകുന്നതിന് അത് കാരണമായി തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വാക്കുകൾക്കുള്ളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 12-ാം വാക്യം പറയുന്നുണ്ട്, അരുണോദയ പുത്രനായ ശുക്രാ, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്തു വീണു എന്ന് ചോദിക്കുന്നുണ്ട്. നീതിയോടെ ജീവിച്ച കാലത്ത് ദൈവത്തിൻ്റെ ദൂതന്മാരോട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു എങ്കിൽ, നീതികേട് കണ്ടപ്പോൾ ദൈവം തന്നെ കൈവിടുകയും താൻ വെട്ടേറ്റ് വീഴുകയും അങ്ങനെ നാശത്തിലേക്ക് അവർ കടന്നു പോവുകയും ചെയ്യുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് എന്ന് ദൈവത്തിൻ്റെ തിരുവചനം ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ ഇവിടെ ഇയ്യോബിൻ്റെ പുസ്തകത്തിലും നമ്മെ ഓർപ്പിച്ചുണർത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നീതികേടിലേക്ക് തിരിയാതിരിപ്പാൻ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി മാത്രമേ നിങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിക്കാൻ പാടുള്ളൂ എന്ന് ഓർപ്പിക്കുന്ന വാക്കുകളാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മാലാവോളം നീതി പ്രവൃത്തി ചെയ്യുന്നവരായി തീരുകയും നീതികേടിലേക്ക് തിരിയാതിരിപ്പാൻ നാം നമ്മെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് നിർമ്മലമായൊരു ക്രിസ്തീയ ജീവിതത്തിന്, നീതിപൂർവമായൊരു ക്രിസ്തീയ ജീവിതത്തിന്, നീതിമാനായി ദൈവത്തോട് ചേർന്നുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന് നമ്മെ സമർപ്പിക്കുന്നവരുമായി തീരാം. അതിനെൻ്റെ കേൾവിക്കാരായി നിങ്ങൾക്കെല്ലാവർക്കും സർവശക്തിയുള്ള ദൈവം ഭാഗ്യം നൽകുമാറാകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ നീതികേടിലേക്ക് കൈതിരിയാതിരിക്കുകയും നീതിയിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുവാനായിട്ട് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥന കേൾക്കുന്നതോട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.